പറഞ്ഞോളൂ. ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, മേൽപ്പാടം ചുണ്ടനും നടുഭാഗം ചുണ്ടനും തമ്മിൽ 1 സെക്കൻഡിന്റെ മാത്രം വ്യത്യാസത്തിലാണ് ഫിനിഷ് ചെയ്തത് എന്ന കണക്ക് വരികയാണ്. 4.15 സെക്കൻഡാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ മേൽപ്പാടം എടുത്തതെങ്കിൽ 4 മിനിറ്റും 16 സെക്കൻഡും മാത്രമാണ് PBC പുന്നമട ബോട്ട് ക്ലബ്ബ് PBC നടുഭാഗത്തിനെടുത്തത്. 4.15 4.16 വെറും 1 മിനിറ്റിന്റെ വ്യത്യാസം. അതായത് സെക്കൻഡിൽ നോക്കൂ, ഈ മത്സരം പ്രേക്ഷകർ ഒന്ന് മനസ്സിൽ വെച്ചോളൂ. 4.15 മിനിറ്റ്, 4.16 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 0.01 വ്യത്യാസം. അത്രേ ഉള്ളൂ. 0.01 വ്യത്യാസമേ ഉള്ളൂ. 4.15ഉം 4.16 0.01 വ്യത്യാസത്തിലാണ് നടുഭാഗം. ഈ മത്സരമായിരുന്നു അത്. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ സ്ക്രീനിൽ കാണുന്ന ചെമ്പടയും വെള്ളക്കുപ്പായക്കാരും തമ്മിലുള്ള ഈ മത്സരമാണ് 4.15 സെക്കൻഡും 4.16ഉം 4.15 മിനിറ്റും 4.16 മിനിറ്റിലും ഫിനിഷ് ചെയ്തത്. മധു അവരുടെ കൈകൾ കറങ്ങുന്നതൊന്ന് നോക്കൂ, അവരുടെ കൈകൾ ഈ തുഴകൾ വെള്ളത്തിൽ വീഴുന്നതൊന്ന് നോക്കൂ. ഈ ഘടിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രിക്കൽ ഉപകരണം പോലെയല്ലേ, ഒരേ താളത്തിലല്ലേ പോകുന്നത്. ആ വേഗത നോക്കൂ. നിങ്ങൾ ആനാരിയെ നമ്മൾ പറഞ്ഞല്ലോ, 6ാമത്തെ ഹീറ്റ്സിൽ ഇറങ്ങി ആനാരി പോയത് പോലെയാണോ ഈ ചേട്ടന്മാർ പോകുന്നത്? ഒരിക്കലുമല്ല. ഒരു മനസ്സാണ്, ഒരു താളമാണ്, ഒരു വേഗമാണ്, ഒരേ ആവേശമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രിക് എന്തെങ്കിലും തരത്തിലുള്ള യന്ത്രം ഘടിപ്പിച്ചതുപോലെ മത്സരിക്കുന്ന, തുഴയെറിയുന്ന, ഒരേ താളത്തിൽ മുന്നോട്ട് പോകുന്ന മനുഷ്യരുടെ ഒരു അത്ഭുതത്തെയാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മേൽപ്പാടവും നടുഭാഗത്തെയും നിങ്ങളൊന്ന് കരുതി വെച്ചോളൂ. വിയപുരവും അരോമയും നിങ്ങൾക്ക് തള്ളിക്കളയാൻ കഴിയില്ല. വിയപുരം ഇത്തവണ UBC കൈനഗരി തുഴയുന്ന വിയപുരം ചുണ്ടനുണ്ട്. കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരാണ് വിയപുരം ചുണ്ടൻ. പക്ഷേ കഴിഞ്ഞ തവണ വിയപുരം ചുണ്ടൻ തുഴഞ്ഞ വില്ലേജ് ബോട്ട് ക്ലബ്ബ് ഇക്കുറി വിയപുരത്തിന് തുഴയാനില്ല എന്നത് പ്രത്യേകതയാണ്. അരോമ ബോട്ട് ക്ലബ്ബിൽ കഴിഞ്ഞ തവണത്തെ വിയപുരത്തിൽ തുഴഞ്ഞ വില്ലേജ് ബോട്ട് ക്ലബ്ബിലെ തുഴച്ചിലുകാരെയെല്ലാം അരോമക്കാരെ കൊണ്ടുപോയി എന്ന് പറയുന്നത്. ഈ സമയം നോക്കൂ. മേൽപ്പാടം പള്ളാത്തുരുത്തിയുടെ മേൽപ്പാടം 4.15 മിനിറ്റ്. പുന്നമട PBC പുന്നമടയുടെ നടുഭാഗം 4.16 മിനിറ്റ്. വിയപുരം 4.20 മിനിറ്റ് ആണ് എങ്കിൽ അടുത്തത് അരോമ 4.26 മിനിറ്റ്. അരോമയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. കാര്യം എന്തെന്ന് വെച്ചാൽ അരോമ ഈ മത്സരത്തിൽ ഇറങ്ങുന്നത് സ്വന്തമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു ക്ലബ്ബ് വേണമെന്നും സ്വന്തമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു ചുണ്ടൻ വേണമെന്നും കരുതി അരോമ ഒരു സിനിമാ താരമുണ്ട്, ആ ചലച്ചിത്ര താരം നമ്മുടെ രഞ്ജിത്ത് സജീവൻ. ആ രഞ്ജിത്ത് സജീവനും കുടുംബവും കൂടി ചേർന്ന് ഈ വള്ളംകളിയോടുള്ള താല്പര്യം കൊണ്ട് സ്വന്തമായിട്ട് നീറ്റിൽ ഇറക്കുകയായിരുന്നു. പക്ഷേ തുഴച്ചിലുകാരാണ് കഴിഞ്ഞ തവണ വില്ലേജ് ബോട്ട് ക്ലബിന് വേണ്ടി തുഴഞ്ഞവർ കൂടിയാണ് അരോമയ്ക്ക് വേണ്ടി തുഴയെറിയുന്നത് എന്നതാണ്. റിക്സൺ ഈ 4 മത്സരങ്ങളുടെയും ഈ കണക്കുകൾ പറയുന്നത് ഫൈനൽ മത്സരം ആവേശമാകും എന്നാ തന്നെയല്ലേ? ഫൈനൽ തീപാറുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഡോക്ടർ അരുൺ. അക്ഷരാർത്ഥത്തിൽ പുന്നമട ഇന്ന് തീപിടിക്കും. ഇവിടെ ഇന്ന് ഒരു റെക്കോർഡ് രചിക്കപ്പെടുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. 4 ചരിത്രമുള്ള വള്ളങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ ഏറ്റവും ഹൈ പ്രൊഫൈൽ പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ സ്പീഡ് ബോട്ടാണ് പ്രേക്ഷകർ കാണുന്നത്. കർണാടകയുടെ ചാമ്പ്യൻ DK ശിവകുമാർ, കർണാടകയുടെ മുഖ്യമന്ത്രി DK ശിവകുമാർ കൈവീശി കാണിച്ചുകൊണ്ട് DK ശിവകുമാർ, KC വേണുഗോപാൽ, PC വിശ്വനാഥ്, M ലിജു, ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയ നേതാക്കളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. മന്ത്രിമാർ നീറ്റിൽ അതെ മന്ത്രിമാർ നീറ്റിൽ ഇറങ്ങിയിരിക്കുന്നു. ടീം ക്യാപ്റ്റൻ KC വേണുഗോപാലാണ്. KC വേണുഗോപാലിന്റെ ചുണ്ടനാണ്. മുമ്പിൽ നിൽക്കുന്നത് DK ശിവകുമാറാണ്. മെയിൻ തുഴച്ചിൽക്കാരൻ. KC പക്ഷേ അതെ അപ്പുറത്ത് ലിജുവിനെ കാണാം, ഷാനിമോൾ ഉസ്മാനെ കാണാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് കണ്ടോ, ആഹ്ലാദം കണ്ടോ? എന്താണ് ഈ ചേട്ടന് എന്ത് ചെയ്യണമെന്നറിയില്ല, അത്രമേൽ ആഹ്ലാദമാണ്. വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ടയറിന്റെ ആവശ്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ, ടയർ ഇല്ലെങ്കിൽ പോലും ആ ചേട്ടൻ ചേട്ടൻ പൊങ്ങിക്കിടക്കും. അതാണ് ചേട്ടൻ ഇപ്പോഴത്തെ അവസ്ഥ. കാര്യം ചേട്ടൻ അത്രമേൽ നീന്തൽ പഠിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ചേട്ടൻ, പ്രിയപ്പെട്ടവരെ, ഈ ട്യൂബിൽ പൊങ്ങിക്കിടക്കുന്ന ചേട്ടൻ, ഇതുപോലുള്ള എത്ര സുന്ദരമായ കാഴ്ചകൾ കാണാമെന്നറിയാമോ? ആഘോഷിക്കട്ടല്ലേ അങ്ങോട്ട്? ആഘോഷമാണ്. ലഹരി എന്നൊക്കെ പറഞ്ഞാൽ വള്ളംകളിയുടെ ലഹരിയാണ് നമ്മൾ പിന്തുടങ്ങിയത്.
പറയുന്നത്. ആ ലഹരി എന്ന് പറയുന്നത് നമുക്ക് പ്രിയപ്പെട്ടവരെ അവിടെ പോയാൽ കാണാൻ കഴിയുന്നതാണ്. സകുടുംബം എത്തുന്നു, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ സ്വന്തം ദേശക്കാരോട് ചോദിക്കൂ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് 2-3 വയസ്സ് മുതൽ കേൾക്കുന്ന ബോട്ടുകളുടെ പേരുകളും ബോട്ട് ക്ലബ്ബുകളുടെ പേരും ചുണ്ടന്മാരുടെ പേരും ഒക്കെ ആയിരിക്കും. ഒരു ടയറും ഇല്ലാതെ, ഒരു ട്യൂബും ഇല്ലാതെ നീന്തുന്ന മനുഷ്യനെയും പ്രേക്ഷകർക്ക് കാണാം. എല്ലാവരും സുരക്ഷിതമായി കാണണം എന്ന് മാത്രമേ പറയാനുള്ളൂ. പള്ളാത്തുരുത്തി വേഴ്സസ് പുന്നമട, കൈനഗരി വേഴ്സസ് അരോമ. പ്രിയപ്പെട്ടവരെ, ഒരു നാടിന്റെ ക്ലബ്ബുകൾ, ഏറ്റവും തലയെടുപ്പുള്ള ക്ലബ്ബുകൾ ഫൈനലിലേക്ക് എത്തുന്നു എന്നത് ചെറിയ കാര്യമല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ചെറുവള്ളങ്ങളുടെ ഫൈനൽ അണിനിരക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് തിരിച്ചു വരാം. അതെ, ഇപ്പൊ നമ്മൾ എവിടെ ഇരിക്കുന്നത് പ്രേക്ഷകർക്ക് ഒരു സംശയം ഉണ്ടാവും. നമ്മൾ യഥാർത്ഥത്തിലുള്ള പുന്നമടയിലല്ല, പുന്നമടയുടെ AR പതിപ്പിലാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾ ഇരിക്കുമ്പോഴും ഈ വള്ളം ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഞാൻ ഇതൊരു ഹൗസ് ബോട്ട് കേട്ടിട്ടില്ല ഡോക്ടർ. കേട്ടിട്ടില്ല? അത് സാധിച്ചു. അതെ അതെ, AR ഹൗസ് ബോട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതല്ല അവിടുത്തെ കാഴ്ച, സുന്ദരമായ കാഴ്ച. മഴയും വെയിലും മാറി മാറി വരുന്ന മനോഹരമായ കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ പുന്നമടയിൽ ഇപ്പോൾ ഉള്ളത്.